ഹായ്, വെൽക്കം ടു ഇത് വ്ളോഗ്സ്. ഇന്നൊരു തക്കാളി കറിയാട്ടോ ഉണ്ടാക്കാൻ പോണത്. തക്കാളി, സവോള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ അരയ്ക്കാൻ ആവശ്യമുള്ള നാളികേരം. ഇതാട്ടോ ഈ തക്കാളി കറിക്ക് ആവശ്യമുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുള്ളൊരു കറിയുമാണ് കേട്ടോ. തക്കാളി ചെറുതായി അരിഞ്ഞെടുക്കുക. പിന്നെ സവോള കനം കുറച്ച് അരിഞ്ഞെടുക്കുക കേട്ടോ. മുളകൊന്ന് പിളർത്തിയെടുക്കുക. പിന്നെ ഇഞ്ചി, കറിവേപ്പില, അതിലേക്ക് കുറച്ച് ആവശ്യമുള്ള കറിവേപ്പില കേട്ടോ. ഇഞ്ചി ചെറുതായി എടുക്കുക കേട്ടോ. പിന്നെ നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് റെഡിയാക്കാൻ. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് അധികം പഴുക്കാത്ത തക്കാളി ഉണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പണ്ട് ഞങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടത്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലൊക്കെ തക്കാളി വെച്ചെടുപ്പിക്കുമ്പോഴേ അധികം പഴുപ്പ് വരാത്ത മുന്നേ അത് പൊട്ടിച്ച് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള ഒരുവിധം വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. സവാള ഒരുവിധം വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവെല്ലാം നമ്മുടെ ആവശ്യത്തിന് കേട്ടോ. ഈ പച്ചമുളക് അധികം എരിവില്ലാത്തത് കൊണ്ട് കേട്ടോ ഇത്തിരി കൂടുതൽ എടുത്തിരിക്കുന്നത്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവെല്ലാം നമ്മുടെ ആവശ്യത്തിന് കേട്ടോ. എങ്ങനെയാണ് പറഞ്ഞാൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് പച്ചമണം പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി അത് വഴന്ന് വരുമ്പോൾ തന്നെ വെന്ത് കഴിയുമല്ലോ. അത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ വെന്ത് കഴിയുമല്ലോ. നന്നായി ഒന്ന് വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായി ഇളക്കി അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ തക്കാളി വെന്ത് കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നാളികേരം അരച്ച് വെക്കേണ്ട ആ സമയം മാത്രമേ നമ്മൾ എടുക്കണ്ടുള്ളൂ. ഇനി അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുക കേട്ടോ. അരച്ച നാളികേരം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കുക. അതിൽ ഈ സമയത്ത് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി നാളികേരം അധികം വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായി ഇളക്കിയെടുക്കുക. അരച്ചത് അതേപോലെ അങ്ങോട്ട് വഴറ്റി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇപ്പോൾ തന്നെ തക്കാളി വെന്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. നാളികേരം അരച്ച വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത്
ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചാറ് എത്രയാണോ ആവശ്യം അത്ര ചേർത്ത് കൊടുക്കുക കേട്ടോ. അധികം ലൂസാവാതിരിക്കുക നല്ലത് കേട്ടോ. ഈ കറി ഒരുവിധം കട്ടി വേണം. നല്ല ടേസ്റ്റാട്ടോ. ഈ കറിയുടെ കൂടെ ഉണക്കമീൻ വറുത്തതോ പിന്നെ പപ്പടം അതൊക്കെ നല്ല കോമ്പിനേഷനാട്ടോ. ഇനിയത് ഒന്ന് തിളച്ച് വരേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരേണ്ട ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റുള്ള കറിയാട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.